ഹലോ, നമുക്കറിയാം കാൽസ്യം എന്നത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചറിങ് അതുപോലെ തന്നെ ഫങ്ഷന് ഒക്കെ വളരെയേറെ ആവശ്യമായിട്ടുള്ള ഒരു എലമെന്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലുകൾക്ക് ക്ഷതം സംഭവിക്കും. എല്ലുകൾക്ക് പെട്ടെന്ന് വേദന വരാം, അല്ലെങ്കിൽ എല്ലുകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാം, പല്ലുകൾ പൊടിഞ്ഞു പോകാം, മസിൽ ക്രാംസ് സംഭവിക്കാം അല്ലെ. എന്നാൽ കാൽസ്യത്തിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസേ ഉള്ളോ? കാൽസ്യം ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ വന്നാൽ ഈ വക സിംറ്റംസ് മാത്രമേ ഉള്ളൂ? നമുക്ക് നോക്കാം ഇന്ന് ഈ വീഡിയോയിലൂടെ. കാൽസ്യം എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും എല്ലാം സ്ട്രക്ചറിങ്ങിനും ഫങ്ഷനിങ്ങിനും ഒക്കെ വളരെയേറെ അനിവാര്യമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ മറ്റ് ഓർഗൻസ് ആയിട്ടുള്ള ബ്രെയിൻ, അതുപോലെ ഹാർട്ട്, സ്റ്റൊമക്ക്, മറ്റ് മസിലുകൾ, ഇവയുടെ എല്ലാം പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ഈ ഒരു കാൽസ്യത്തിന്റെ പ്രസൻസ് വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നെർവ് കണ്ടക്ഷൻ, അതായത് ഇമ്പൾസ് ട്രാൻസ്മിഷന് കാൽസ്യത്തിന്റെ പങ്ക് വളരെയേറെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ബോഡിയിൽ ഉള്ള 99% കാൽസ്യം കാണപ്പെടുന്നത് നമ്മുടെ ബോണുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ ടീത്തിലൊക്കെയാണ്. ബാക്കി 1% ആണ് നമ്മുടെ ബ്ലഡിലുള്ളത്. ഇത് ഏകദേശം 8.2 to 10.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഓഫ് പ്ലാസ്മയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി ഈ ഒരു അളവിൽ നിന്ന് താഴെ പോകുമ്പോഴാണ് നമ്മൾ ഹൈപ്പോകാൽഷ്യമia എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഹൈപ്പോകാൽഷ്യമia സംഭവിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഭക്ഷണത്തിൽ കൂടി അല്ലെങ്കിൽ സപ്ലിമെന്റ് വഴി എത്തിക്കുമ്പോൾ അത് പ്രധാനമായിട്ടും അബ്സോർബ് ചെയ്യപ്പെടുന്നത്, നമുക്കിലെത്തിയ ഈ ഒരു കാൽസ്യം അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഒരു പ്രധാന വൈറ്റമിന്റെ പ്രസൻസ് കൊണ്ടാണ്. അതിന് നമ്മൾ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ D3 ആണ് ഇതിന് സഹായിക്കുന്നത്. അപ്പൊ വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നമ്മൾക്ക് ബോണുകളിലും അതുപോലെ തന്നെ പല്ലുകളിലുമാണ് കാൽസ്യം കാണുക എന്ന് പറഞ്ഞല്ലേ. നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോണിൽ നിന്നും അതുപോലെ തന്നെ ടീത്തിൽ നിന്നും ഒക്കെയാണ് കാൽസ്യത്തിനെ വലിച്ചെടുക്കുന്നത്. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു പ്രധാന ഹോർമോൺ ആണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. അപ്പൊ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സമീപത്തായിട്ട് കാണുന്ന വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ഈ ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ വർക്കിംഗ് പ്രോപ്പർ അല്ല. കൺസനൈറ്റൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഇല്ല. അതല്ലെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മൂലം തൈറോയിഡ് റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം ചില ആക്സിഡന്റൽ ആയിട്ട് ചിലപ്പോൾ ഈ ഒരു പാരതൈറോയ്ഡ് ഗ്ലാൻഡും റിമൂവ് ചെയ്തു എന്ന് വരാം. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പലപ്പോഴും നമുക്ക് ഒരു കാൽസ്യം ഡെഫിഷ്യൻസി വരാൻ കാരണമാകാറുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ പാരാതൈറോയ്ഡ് ഹോർമോൺ, അത് ഈ ഗ്ലാൻഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കുറവാണ് എന്നുള്ളത് ആ ഒരു മെസ്സേജ് ഗ്ലാൻഡിലേക്ക് എത്തണം. അങ്ങനെ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നത് മഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകമാണ്. അപ്പൊ മഗ്നീഷ്യത്തിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡിൽ കാൽസ്യം കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പലപ്പോഴും സ്ത്രീകളിൽ മെനപ്പോസ്, അതുപോലെ പാർച്ചുറേഷൻ, ലാക്ടേഷൻ, മുലയൂട്ടുന്ന അമ്മമാരിലൊക്കെ ഈ ഒരു കാൽസ്യം ഡെഫിഷ്യൻസി കണ്ടുവരാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് കാൽസ്യത്തിന്റെ ആ ഒരു ഉപയോഗം കൂടുന്നത് മാത്രമല്ല, അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവില് വലിയ കുറവ് സംഭവിക്കുന്നതും കൂടിയാണ് അതിന് കാരണമാകുന്നത്. അപ്പൊ കാൽസ്യത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈസ്ട്രജൻ ഹോർമോണിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിന് കാൽസ്യം ഇല്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ ഈ ഒരു കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള, അതായത് സ്റ്റൊമക് കംപ്ലൈൻസ് എന്തെങ്കിലും ഉള്ളത് മൂലം നമുക്ക് ശരിയായ രീതിയിൽ ഡൈജഷനോ അബ്സോർപ്ഷനോ നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി വരാം. പിന്നെ പലപ്പോഴും ആന്റാസിഡ്സ്, സ്റ്റിറോയിഡ്സിന്റെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം ഉള്ളവരിൽ കാൽസ്യം ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തെല്ലാമാണ് കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ളവരിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ഏറ്റവും പ്രധാന ലക്ഷണം മസിൽ ക്രാംസ് ആണ്. അതായത് മസില് പെട്ടെന്ന് പിടുത്തം ഉണ്ടാവുക, മസില് കയറുക പോലെയുള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും കാണും. നമ്മൾ പ്രഗ്നന്റ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മളുടെ മസിൽ പെട്ടെന്ന് പിടിക്കും. അത് ഈ ഒരു കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്. അതുപോലെ നമുക്ക് വൈറ്റമിൻ D3യുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ഒരു പ്രധാന ലക്ഷണം നമ്മളുടെ വായയുടെ ചുറ്റിനും ചുണ്ടുകളിൽ അതുപോലെ തന്നെ വിരലുകളിലൊക്കെ മരവിപ്പ് അല്ലെങ്കിൽ ടിംഗ്ലിംഗ് സെൻസേഷൻ, ഒരു തരിപ്പ് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ചുളുചുളുപ്പ് അനുഭവപ്പെടുന്നു. ഇതും ഈ ഒരു കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലം സംഭവിക്കുന്ന പ്രശ്നമാണ്. അതുപോലെ
എല്ല് പെട്ടെന്ന് ഒടിഞ്ഞു പോവുക, എല്ല് വളഞ്ഞു പോവുക, കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് വെക്കാതെ വരിക, അതുപോലെ പല്ലിന്റെ എല്ലിന്റെ ഒക്കെ വളർച്ചയിലെ ഡീഫോർമിറ്റീസ് വരുന്നു, പല്ല് പെട്ടെന്ന് കേടാകുന്നു, അല്ലെങ്കിൽ പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു, നഖം പൊട്ടിപ്പോവുക, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുക, ഹെയർ ഡ്രൈ ആവുക, ഹെയർ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക, ഇതെല്ലാം നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. അതോടൊപ്പം ഇവരുടെ മെന്റൽ ഹെൽത്തും കൂടെ ഓക്കെ അല്ല, അതൊരു ആൻസൈറ്റി, സ്ട്രെസ് പോലെയുള്ള കണ്ടീഷൻസ് ഇവർക്ക് വരും. അതുപോലെ ഒരു കൺഫ്യൂഷൻ വരാം, ഉറക്കക്കുറവ് സംഭവിക്കാം, അമിതമായിട്ടുള്ള ക്ഷീണം സംഭവിക്കാം, പിന്നെ പലപ്പോഴും വിശപ്പില്ലായ്മ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ഇതോട് ചേർന്ന് കണ്ടുവരാറുണ്ട്. കാൽസ്യം ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. കാൽസ്യത്തിന്റെ അളവ് ബ്ലഡിൽ വളരെയേറെ കുറവാണ്, അതായത് ഒരു 6 താഴെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്ലിമെന്റ്സ് തന്നെ വേണം. കാൽസ്യം സപ്ലിമെന്റ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ കാൽസ്യം സപ്ലിമെന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല. മാക്സിമം ഒരു 10 വീക്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ തീർച്ചയായിട്ടും കാൽസ്യത്തിന്റെ ലെവൽ ചെക്ക് ചെയ്തിട്ട് മാത്രം കഴിക്കുക. മാത്രമല്ല, കാൽസ്യം സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിന്റെ നിർദ്ദേശത്തോടു കൂടി അറിവോടു കൂടി മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാൽസ്യം സപ്ലിമെന്റ്സ് എടുക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡിയിലെ വൈറ്റമിൻ D3യുടെ അളവ് കൂടി ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന കാൽസ്യം അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ D3 അനിവാര്യമാണ്. അതുപോലെ നമുക്ക് അബ്സോർബ് ചെയ്യപ്പെട്ട ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെട്ട കാൽസ്യം ശരിയായ രീതിയിൽ ബോൺസിലേക്ക് പോയി ഡെപ്പോസിറ്റ് ആയില്ല, എക്സ്ട്രാ വരുന്ന കാൽസ്യം ഡെപ്പോസിറ്റ് ആയില്ല, ബോൺസിലേക്ക് ഡെപ്പോസിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ബ്ലഡ് വെസൽസിൽ അടിഞ്ഞുകൂടാനും ബ്ലോക്ക് ഉണ്ടാവാനും പിന്നീട് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലെയുള്ള കോംപ്ലിക്കേഷൻസിന് പോകാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ബോൺസിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടണം. അതിന് നമ്മുടെ ബ്ലഡിലുള്ള ഒരു ട്രാഫിക് പോലീസ് ഉണ്ട്, അതാണ് വൈറ്റമിൻ K2. അപ്പോൾ നമ്മൾ കാൽസ്യം സപ്ലിമെന്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വൈറ്റമിൻ K2വിന്റെ ആ ഒരു ലെവലും ശരിയായ അളവിലുണ്ടോ, ബോഡിയിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. പലപ്പോഴും ഡയറ്ററി മാനേജ്മെന്റ് കൊണ്ട് തന്നെ നമുക്ക് കാൽസ്യത്തിന്റെ ലെവല് കൂട്ടാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പൊ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. പാലുൽപ്പന്നങ്ങളായ മോര്, തൈര്, ഘീ, ബട്ടർ, ചീസ്, ഇതിലെല്ലാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങളിൽ കാൽസ്യത്തിന്റെ പ്രസൻസ് ധാരാളമുണ്ട്. ചേന, ചേമ്പ്, കാച്ചിൽ പോലെയുള്ള പച്ചക്കറികളിൽ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ കാൽസ്യത്തിന്റെ പ്രസൻസ് ഉണ്ട്. ഇലക്കറികൾ, മുരിങ്ങ ഇല പോലെയുള്ള ഇലക്കറികളിൽ കാൽസ്യത്തിന്റെ പ്രസൻസ് കൂടുതലാണ്. അവയെല്ലാം നമ്മളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ പലതരത്തിലുള്ള കടല, പയറ് പോലെയുള്ള പൾസസും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിലും കാൽസ്യത്തിന്റെ പ്രസൻസ് കൂടുതലാണ്. അതോടൊപ്പം വൈറ്റമിൻ K2 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് പലപ്പോഴും ഇലക്കറികളിൽ, പലതരത്തിലുള്ള പച്ചക്കറികളിൽ, പിന്നെ സീഡ്സിൽ, നട്ട്സ്, സീഡ്സ്, അതായത് എള്ള്, അതുപോലെ നമ്മളെ നിലക്കടല, ആൽമണ്ട്, മത്തങ്ങാക്കുരു, പംകിൻ സീഡ്സ്, ഇതിലെല്ലാം ഇത്തരത്തിലുള്ള വൈറ്റമിൻ K2, കാൽസ്യത്തിന്റെ എല്ലാം പ്രസൻസ് ഉണ്ട്. മഗ്നീഷ്യവും ഈ ഒരു രീതിയിലുള്ള ഭക്ഷണത്തിൽ കൂടി നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ മുട്ട കഴിക്കുന്നത് വഴി നമുക്ക് ഈ ഒരു കാൽസ്യത്തിന്റെ അളവ് കൂട്ടാനായിട്ട് സാധിക്കാറുണ്ട്. വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സൺലൈറ്റിൽ നിന്നാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അടിക്കുക വഴിയാണ് 80% വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്, ഫോം ചെയ്യുന്നത്. ബാക്കി 20% മാത്രമാണ് നമുക്ക് ഡയറ്ററി മാനേജ്മെന്റ് വഴി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം പലതരത്തിലുള്ള പച്ചക്കറികള്, ഇലക്കറികള്, മുട്ട, പാല്, പിന്നെ ചെറിയ മത്സ്യങ്ങളിലെല്ലാം വൈറ്റമിൻ D3യുടെ അളവ് ചെറിയ രീതിയിലുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ കാൽസ്യത്തിന്റെ അളവിൽ വ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും അണ്ടർലൈൻ കോഴ്സ് കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ, ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളോ, തൈറോയിഡ് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള അവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് ഡോക്ടറിനെ വിവരം അറിയിച്ച് അണ്ടർലൈൻ കോഴ്സ് എന്താണെന്ന് മനസ്സിലായി അതിന് കൂടി ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.